ഇപ്പോൾ ഓണമായി. ഞാൻ ഇന്നും നിൽക്കുമ്പോൾ കിളിമാനൂർ നിൽക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു 75 ലക്ഷം. സുബ്ഹാനല്ലാഹ്. ഇവിടെ പണ്ട് ഉസ്താദന്മാരോട് ഇങ്ങനെ ഡ്രസ് ഇട്ടവരോടൊന്നും ചോദിക്കില്ല. കുറെ കാലം മുമ്പ് ജുബയും തൊപ്പിയുള്ള ഒരാളോട് വന്നിട്ട് ലോട്ടറി വേണമെന്ന് ആരും ചോദിക്കാറില്ല. ഞാൻ ഒരിക്കൽ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് വെച്ചു, അന്ന് 25 കോടി എങ്ങാണ്ടായിരുന്നു, 25 ലക്ഷം എങ്ങാണ്ട, 25 ലക്ഷം ലോട്ടറി വേണം. ഞാനിങ്ങനെ അമ്മയെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഞങ്ങൾക്ക് ഇത് ഹറാമാ. അതിനെന്ത് ഹറാമ്? ഞാൻ അമ്മയോട് പറഞ്ഞു ഞങ്ങൾക്കിത് പാവം എടുത്തുകൂടാന്ന്. എന്നെ അമ്മ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. എന്നെ കളിയാക്കിയതാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, എന്തേ അമ്മ ചിരിക്കണേ? എന്റെ അമ്മയെ നിങ്ങൾ ചിരിക്കണത്? അല്ല മോനെ, നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏജന്റാ ഞാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു കാക്കാടെ കടയിൽ നിന്ന് ഈ സാധനം എടുത്തിട്ട് വന്ന് പാപം വിൽക്കുന്നത് എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ഉമ്മത്ത്? എന്നോട് ചോദിച്ചു 75 ലക്ഷമെന്ന്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കാതെ അടിച്ചു കഴിഞ്ഞാൽ ഇത് കൊണ്ടുവെക്കണ്ടേ? ബാങ്കിൽ കൊണ്ടിടാൻ പറ്റുമോ? എവിടെ കൊണ്ടിടും? ഞാൻ പറഞ്ഞു, വീട്ടിൽ കള്ളന് കയറും, പേടിയാ, വേണ്ടാന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ പേടിയില്ലടോ ആർക്കും. അള്ളാനൊന്നും ആർക്കും പേടിയില്ല. നരകവും മരണവും ഖബറൊക്കെ ഉണ്ട് ഉസ്താദ്. അതൊക്കെ വരുമ്പോൾ കാണാം, വരുന്ന വഴി വെച്ച് കാണാം. ജീവിതം ഇങ്ങനെ ആസ്വദിക്ക്. നിങ്ങളൊക്കെ എത്ര വഴുത് പറഞ്ഞാലും ഞങ്ങൾ മാറൂല. ഇന്ന് ആർക്കും ഇല്ലാത്തത് സമാധാനമാണ്. സമാധാനം എന്ന് പറയുന്നത് ഒരു കിട്ടാ കനിയായി മാറിയിരിക്കുന്നു. സമാധാനമില്ലടോ. എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാര്, പെങ്ങളെ, നിനക്ക് ധരിക്കാനും ഉടുക്കാനും തിന്നാനും കടക്കാനൊക്കെ എല്ലാം അള്ളാഹ് തന്നിട്ടുണ്ട്. വീടുണ്ട്, കാറുണ്ട്, സ്വർണമുണ്ട്, പൈസ ഉണ്ട്, വസ്ത്രമുണ്ട്. അള്ളാഹ് നിനക്ക് മക്കളെ തന്നു, എല്ലാം അള്ളാഹു നിനക്ക് തന്നു. പക്ഷെ സമാധാനം മാത്രം അള്ളാഹ് തന്നില്ല. ഇരിക്കുന്ന ആണുങ്ങളോടാണെങ്കിലും പടച്ചറബിങ്ങൾക്ക് എല്ലാം തന്നു. എന്തെങ്കിലും കുറവുണ്ടോ? നാട്ടുകാർ നോക്കുമ്പോൾ ഒന്നിനും കുറവില്ല. പക്ഷെ സമാധാനമില്ല, സന്തോഷമില്ല. ഇവിടെ സമാധാനം തരുന്ന ചില കാര്യങ്ങളുണ്ട്. സമാധാനം കിട്ടാനുള്ള വഴിയെന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുകയാ, കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സമാധാനം തരുന്ന രണ്ടാമത്തെ ഒരു ഇടം, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സകന. വീട്ടിലൊരു മനുഷ്യന് പോയാൽ സമാധാനം കിട്ടും. അതുകൊണ്ട് ഊട്ടി പോയാലും കൊടൈക്കനാലിൽ പോയാലും ബാംഗ്ലൂർ പോയാലും മണാലി പോയാലും ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും നീ പറയും, വീടെത്തിയാൽ മതിയായിരുന്നു, വീടെത്തിയാൽ മതിയായിരുന്നു. കാരണം വീട്ടിൽ വന്നാൽ സമാധാനം കിട്ടും. ഉണ്ടോ വീട്ടിൽ സമാധാനം? നമ്മുടെ വീടുകളിൽ നിന്ന് സമാധാനം ഉണ്ടോ? എന്ത് സമാധാനമല്ലേ? വീട്ടിൽ പോകാൻ തന്നെ വയ്യ, ശ്വാസം മുട്ട വീട്ടിൽ കയറാൻ. വീട്ടിൽ പോയിട്ട് ഇന്ന് സമാധാനമില്ല. അങ്ങോട്ട് കയറിയ വല്ലാത്ത പ്രയാസം, എങ്ങനെങ്കിലും ചാടിയാൽ മതി ഈ ഒരു അവസ്ഥ. എന്നിട്ട് നമ്മളിങ്ങനെ പറയാ, ഉസ്താദെ എന്താ ബുദ്ധിമുട്ട്, പ്രയാസം എന്തെന്നറിയില്ല ഉസ്താദെ, ആകെ പ്രശ്നം. കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കാനാണ് പറയുന്നത്. വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കന്നിമൂലയ്ക്കൊന്നും കുഴപ്പമില്ലടോ. അങ്ങനെ പല കാര്യങ്ങളാണ് നോക്കണത്. എടോ, നിന്റെ വീട്ടിലെ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് എന്താ? പഠിക്ക്, എന്നിട്ട് പരിഹരിക്ക്. നിന്റെ വീട്ടിൽ സന്തോഷമില്ല, സമാധാനമില്ല, ബറക്കത്തില്ല, റഹ്മത്തിന്റെ മലക്കുകളില്ല, ദുആ ഇല്ല. എന്തേ? കൂടപ്പുറപ്പുകൾ യുദ്ധമാണ്, ഇന്ത്യയും പാകിസ്ഥാനും പോലെ. അടിയ കണ്ടാടി, ഭാര്യയും ഭർത്താവും കണ്ട കീരിയും പാമ്പിനെ പോലെ കടിച്ചീറ. സമാധാനമില്ലടോ വീട്ടിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. എന്തേ നമ്മുടെ വീടുകളിൽ സംഭവിച്ചത്? നമ്മുടെ വീട് നമ്മൾ നോക്കിയേ. പണ്ടൊരു വീടുണ്ടായിരുന്നു, ഒരു കുടില്, കട്ടിലില്ല, മെത്തയില്ല, AC ഇല്ല, ഫാനില്ല, വിളക്കും കത്തിച്ച് വെച്ചിട്ട് ചാള അടുക്കിയിടുന്ന പോലെ നിരന്ന് കിടക്കും. പാവിരിച്ചിട്ട് അങ്ങോട്ട് കിടക്കും. ചിലപ്പോ പുതയ്ക്കാൻ പോലും പുതപ്പില്ലാതെ ഉടുത്ത മുണ്ടുടുത്തി ആ മുണ്ട് പുതച്ചിട്ട് കിടന്നവരാ നമ്മളൊക്കെ. അന്ന് ഡബിളൊന്നും ഇല്ല, ആകെ ഉള്ളത് അടുക്കളയും ഒരൊറ്റ റൂം. എല്ലാം അതിനകത്ത്, തീറ്റിയാണെങ്കിലും കുടിയാണെങ്കിലും നിസ്കാരാണെങ്കിലും എല്ലാം അതിനകത്ത്. പക്ഷെ ആ വീട്ടിൽ സമാധാനം ഉണ്ടോ? എന്നാൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഈ വെമ്പായത്ത് 2 നിലയുള്ള വീട് വെച്ചിട്ടുണ്ട്. നിന്റെ ആ കുടിലിൽ നിനക്ക് കിട്ടിയ സന്തോഷവും സമാധാനവും ഈ വീട്ടിനകത്തുണ്ടോ? ഇല്ലടോ, അതിനകത്തില്ല. എന്തുകൊണ്ട്? കാലം മാറിയത് കൊണ്ടൊന്നുമല്ല, അതിനൊരു കാരണമുണ്ട് സഹോദരിമാരെ, പഠിക്കണം. കാരണം പണ്ട് നിന്റെ ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉളുവെടുത്തിട്ടിരിക്കും. ഉളുവെടുത്തിട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഉമ്മ ഈ ദിക്ർ പറയും. മഗ്രിബ് നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു ഉമ്മ നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും. ആ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, ഇശാ വരെ ആ ഉമ്മ ആ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് ഈ സൂറത്തുകൾ പാരായണം ചെയ്യുമായിരുന്നു. ഇന്ന് മഗ്രിബിന് മുമ്പ് ജോലിയെല്ലാം തീർത്ത് ചായയും കടിയും എടുത്ത് കൊണ്ട് വെച്ചിട്ട് ബിസ്മിയും പറഞ്ഞ് TV യുടെ ഫ്രണ്ടിലോട്ട് അങ്ങോട്ടിരിക്കും. ഏഷ്യനെറ്റ് ഇടും, മലയാള മനോരമ ഇടും,
ഇങ്ങനെ സൂര്യയിടും ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ ഉമ്മ ഖുർആൻ ഓതും. മഗ്രിബ് കഴിഞ്ഞാൽ റോഡിലൂടെ നടന്നു പോകുന്നവനെ കേൾക്കാം ഖുർആൻ. റോഡിലൂടെ ഇടവഴിയിലൂടെ നടന്നു പോകുന്നവന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കാം. ഇന്ന് ഒരു മഹ്ലൂക്കിന്റെ വീട്ടിൽ പോലും അത് കേൾക്കൂല. ഇന്ന് ടിവിയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. സംഗീതം, പാട്ട്, അല്ലേ, ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാ. എടോ, പണ്ടുള്ളവര് ഖുർആൻ മിണ്ടാതിരി, അവിടെ ഖുർആൻ ഓതുന്നു, അടുത്ത വീട്ടിൽ ഖുർആൻ ഓതുന്നു, ഇവിടെ കിടന്ന് ബഹളം വെക്കല്ലേ എന്ന് പറയുന്നൊരു കാലമുണ്ടായിരുന്നു നമുക്ക്. ഇന്ന് നമ്മുടെ കാലം മാറി. നിങ്ങളൊക്കെ എത്ര വഴുത് പറഞ്ഞാലും ഞങ്ങൾ മാറൂല. ഞങ്ങൾ ഇങ്ങനെ നടക്കൂ. ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ നമ്മൾ ജീവിക്കൂ. ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്തു വേണമെങ്കിലും തിന്നോ, ഏത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോ, എല്ലാ നിയമങ്ങളും നിനക്ക് അനുകൂലമാ പെങ്ങള്. പറയുന്നവനെ പരിഹസിക്കുകയാ, പറയുന്നവനെ വേദനിപ്പിക്കുകയാ. എങ്ങനെ വേണമെങ്കിലും നടന്നോ പെങ്ങളെ. വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിശ. കൂടെ പഠിക്കുന്നവന്റെ കൂടെ നടക്കല്ലേ, തൊടല്ലേ, പിടിക്കല്ലേ, ശരീരത്ത് തൊടല്ലേ. അത് വ്യഭിചാരമാ, അത് വ്യഭിചാരമാ, പാപവാ. എന്തു പറഞ്ഞാലും മാറ്റമില്ല പെങ്ങള്. ഉസ്താദേ പറയുന്നവനെ പരിഹസിക്കുകയാ, പറയുന്നവന് അതാ കളിയാക്കുകയാ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ പെങ്ങളോട് പറയുകയാ, മോളെ എങ്ങനെ വേണമെങ്കിലും നീ ജീവിച്ചോ, അല്ലാഹനെ മറന്നുകൊണ്ട് നടന്നോ. എത്ര വഴുത് പറഞ്ഞാലും മാറില്ലെന്ന് പറഞ്ഞ് നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ. പക്ഷേ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമോ? ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഈ ആയത്ത് നീ പഠിച്ചവളാണല്ലോ. എന്നാ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതെന്നറിയോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു ചോദിക്കുകയാ, എവിടെ പോകാനാ പെങ്ങള്? നീയൊക്കെ എവിടെ പോകാനാ ചെറുപ്പക്കാരാ? ഓം തോടിയാ എവിടെ വരെ പോകുമടാ? നിന്റെ ഓട്ടത്തിനൊരു പരിധിയുണ്ട് മോനെ, നിന്റെ ഓട്ടത്തിനൊരു പരിധിയുണ്ട്. നീ ഒരു ദിവസം വീഴുമടാ. ഉപ്പമാരെ, ഉമ്മമാരെ, ഒരു ദിവസം നിങ്ങൾ വീഴും. ആകാശ ലോകത്ത് നിന്ന് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളുമായിട്ട് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. കല്ലാ ഇദാ ബലഗത്തി ത്വറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المصاق. അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, കൊണ്ടുപോകാമെന്നതാ. ആരെ വേണമെങ്കിലും വിളിക്ക്, എന്ത് വഴി വേണമെങ്കിലും നീ തേടിക്കോ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. പടച്ചവനെ, അതാ യുദ്ധത്തിന് വേണ്ടി ഒരു സമൂഹം കടന്നു പോവുകയാണ്. യുദ്ധത്തിന് വേണ്ടി ഒരു സമൂഹം കടന്നു പോവുകയാണ്. പടച്ചവനെ, യുദ്ധത്തിനൊരു നാട്ടിലൂടെ കടന്നു പോകുമ്പോ ഒരു
സുന്ദരിയായ പെണ്ണിനെ കാണുകയാ, ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ. പെങ്ങളെ, നിനക്കൊക്കെ പഠിക്കാനുള്ള ചരിത്രമാണ്. അതാ തുലിവെളുത്ത ഒരുത്തനെ കാണുമ്പോ അള്ളാന്റെ ദീന് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തുന്ന പെണ്ണുങ്ങള്, ആ പെൺകുട്ടികളെ വളച്ചിട്ട് വിളിച്ചിറക്കി കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ, പാടാ മോനെ, പഠിക്കാനൊരു ചരിത്രം പറഞ്ഞു തരാം. പടച്ചവനെ, യുദ്ധത്തിന് കടന്നു പോകുന്ന വഴിയിലാണ് അതാ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നുകയാ. ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നി. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ തന്റെ ആഗ്രഹം ആ പെണ്ണിനോട് പറയാൻ തീരുമാനിച്ചു. കൂടെ പോയവർ പറഞ്ഞു, അല്ലാഹുവേ, പാപമാ ചെയ്യല്ലേ. പക്ഷേ ആ ചെറുപ്പക്കാരനൊന്നും കേട്ടില്ലടോ. ആ സുന്ദരിയായ പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വേണമെന്ന് പറയുമ്പോ ആ പെണ്ണ് പറയുകയാ, നിനക്ക് ഞാൻ സമ്മതിച്ചു തരാം, പക്ഷേ നീ യഹൂദ മതത്തിലേക്ക് കടന്നു വരണം. എന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചു തരാം. ആരെന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് യഹൂദ മതം സ്വീകരിക്കുകയാണ്. ആ പെണ്ണുമായി അവിടെ നിന്ന് ആ പെണ്ണുമായി അങ്ങ് കൂടുകയാണ്. ചരിത്രം പറയുകയാ, ആ യുദ്ധം പോലും പരാജയപ്പെട്ടു. പടച്ചവനെ, ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് പോയ സമൂഹത്തിലെ ഒരു മനുഷ്യനുണ്ടല്ലോ, ആരാ നാട്ടിലൂടെ പോകുമ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, പണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വെച്ചാണ് മതം മാറിയത്, ഈ നാട്ടിലാണ് മതം മാറിയിട്ട് പെണ്ണ് കെട്ടിയത്. ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണണമല്ലോ. അങ്ങനെ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാ. വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടപ്പോ അവന്റെ ജീവിതം ചോദിച്ചറിയുകയാണ്. അവസാനം ഈ മനുഷ്യൻ ചോദിച്ചു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, നീ ഖുർആൻ പഠിച്ചവനായിരുന്നല്ലോ, നീ ഒരു ഹാഫിളായിരുന്നല്ലോ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? മതം മാറി പെണ്ണ് കെട്ടിയ ഹാഫിളായ മനുഷ്യനോട് അവിടെ നിന്ന് ചോദിക്കുകയാ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി, എനിക്കൊരേ ഒരായത്തറിയാ, എനിക്കൊരേ ഒരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാ ആയത്തും ഞാൻ മറന്നുപോയി, ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഏതായത്താ ഓർമ്മയുള്ളതെന്നറിയോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ആ ചെറുപ്പക്കാരന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു പോവുകയാ. അതുകൊണ്ട് പെങ്ങള്, നീയൊക്കെ എവിടെ പോയാൽ അവസാനം എന്റെ മുമ്പിൽ തന്നെ തിരിച്ചു വരും മോളെ. ഇത് സിറാജ് പറഞ്ഞതല്ല, അള്ളയാ പറഞ്ഞത്. നീയൊക്കെ എവിടെ പോയാൽ, ഏത് കൊട്ടാരത്തിന്റെ ഉള്ളിൽ പോയാൽ നിന്നെയൊക്കെ ഒരു ദിവസം എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. വമന അളിലമു മിമ്മന ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹ് പറയുകയാ, ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടോ കഠിനമായ ശിക്ഷ, ഏറ്റവും കഠിനമായ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം കേട്ടിട്ട് അതിനെ നിസ്സാരമായി കണ്ട, അതിനെ പരിഗണിക്കാതെ ഇരുന്നോ, അതിനെ നീ അവഗണിച്ച, അല്ലാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷ, അല്ലാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
എന്റെ പ്രിയപ്പെട്ടവര്, മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇനി മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഒന്നാമത്തെ ശിക്ഷ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദ. ഒരു കാലത്തും അവന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കയറൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട്, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എവിടെ പോകാനാ, എൻ്റെ അടുത്ത് തന്നെ വരുന്നേ, അന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം. നമ്മൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുമ്പോൾ, നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, നീ നിന്റെ വീടിനകത്ത് ഖുർആൻ ഓതൽ നിർബന്ധമാക്ക്. നല്ല കാര്യങ്ങൾ നീ നിർബന്ധമാക്ക്. ഇസ്ലാമിന്റെ നിയമങ്ങൾ നിന്റെ വീടിനകത്ത് നിർബന്ധമാക്ക്. നീ എന്നിട്ട് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. അങ്ങനെ നീ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാ അല്ലാഹു നിനക്ക് തരുന്ന ഒരു മരണം ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, അല്ലാഹുവേ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലയുടെ ചരിത്രം വായിച്ചു നോക്ക്. ഇന്ന് അള്ളാഹിനെ കുറിച്ച് ആർക്കും ഒന്നും പരിചയമില്ല, അള്ളാഹിനൊന്നും ആർക്കും പേടിയില്ല. എന്നാൽ പണ്ടത്തെ കള്ളുകുടിയന്മാർക്ക് പോലും ദീനിനെ കുറിച്ച് വല്ലാത്ത അറിവായിരുന്നു. ഇന്നത്തെ പോലൊന്നുമല്ല. ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും ഉമർതങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരുത്തൻ കള്ളു കുടിച്ചിട്ട് വീടിനകത്ത് നിന്നിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അന്നത്തെ കള്ളുകുടിയന്റെ അറിവ് ചിന്തിച്ചാൽ മതി, ഇന്നത്തെ പോലൊന്നുമല്ല. നമ്മൾ ഡാർക്ക് ഏജ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കാലഘട്ടം നിങ്ങൾ ചിന്തിക്കൂ. നബിതങ്ങളുടെ കാലഘട്ടം, ഉമർതങ്ങളുടെ കാലഘട്ടം. അന്നൊരു വീടിനകത്ത് ഒരാൾ കള്ളു കുടിച്ചിട്ട് നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ഉമർതങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ആ മനുഷ്യന്റെ കൈകാല് വിറക്കാൻ തുടങ്ങി. ഉമർ ആ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആ മനുഷ്യൻ ധൈര്യത്തിൽ പറഞ്ഞു, ഉമറേ, ഖലീഫ ഉമർ തങ്ങളെ, ഞാൻ ചെയ്തത് തെറ്റാ, കള്ളു കുടിച്ചു, പാവ, ഓക്കെ, ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ, നീ 3 തെറ്റ് ചെയ്തു. ആ കള്ളുകുടിയൻ ഖലീഫയായ ഉമർ തങ്ങളോട് പറയുകയാ, ഞാൻ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞ് ഒരു തെറ്റേ ചെയ്തുള്ളൂ, നീയോ 3 തെറ്റ് ചെയ്തു. എന്താ ഒന്നാമത്തെ തെറ്റ്? എൻ്റെ വീടിന്റെ മതില് ചാടി. 2, ഒളിഞ്ഞു നോക്കി വീടിനകത്തേക്ക്. 3, അനുവാദമില്ലാതെ വീടിനകത്ത് കയറി വന്നു. 3 പാപമാണ് നിങ്ങൾ ചെയ്തത്, ഞാൻ 1 ചെയ്തുള്ളൂ. നോക്കി, അതാണ് അന്നത്തെ കള്ളുകുടിയന്റെ അവസ്ഥ. അപ്പൊ ഉമർ തങ്ങൾ ഒരിക്കൽ രാത്രി ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു വീടിനകത്ത് ഉമ്മയും മകളും കൂടെ വഴക്കുകൂടുകയാണ്. 2 പേരും കൂടെ വഴക്കുകൂടുന്നുണ്ട്. ഉമർ തങ്ങൾ ആ വീടിന്റെ പരിസരത്ത് പോയി ഒളിഞ്ഞു നോക്കാൻ പോയതല്ല, ഇങ്ങനെ പോയപ്പോ വഴക്കുകൂടി. എന്താന്ന് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു. ഉമ്മ മകളോട് പറയുന്നു പാലിനകത്ത് വെള്ളം കലർത്താൻ. അപ്പൊ മകള് പറയാ, ഇത് ചതിയ, ഇത് വഞ്ചനയാ, ഇത് പാവ, ഞാൻ ചെയ്യൂല, ചെയ്യടി, വെള്ളം കലർത്ത്. വീണ്ടും ഉമ്മ നിർബന്ധിക്കുക. അപ്പൊ മകൾ അപ്പൊ ഉമ്മയോട് പറയുന്നു, ഉമ്മ, ഖലീഫ ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഉമർ അറിഞ്ഞ് നമ്മളെ പിടിച്ച വലിയ ശിക്ഷയാ. അപ്പൊ ഉമ്മ മകളോട് പറയാ, ഉമർ വീടിനകത്ത് കിടന്ന് ഉറങ്ങാ, നീ പാലി വെള്ളം കലർത്തും, ഉമർ എങ്ങനെ അറിയാനാ? അപ്പൊ ആ പെൺകുട്ടി ഉമ്മാനോട് ചോദിക്കുന്നു, ഉമ്മ, ഉമർ ഉറങ്ങുകയായിരിക്കും, ഉമർ അറിയുന്നില്ലായിരിക്കും, അല്ല കാണുന്നുണ്ട് ഉമ്മ, ഞാൻ കലർത്തൂല ഉമ്മ, പടച്ച റബ്ബ് കാണുന്നുണ്ട്. അത് അന്നത്തെ കുട്ടികള്. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. രാവിലെ സുബഹി കഴിഞ്ഞ ഒരാളെ ആ വീട്ടിൽ പറഞ്ഞു വിട്ടു ആ മകളെ കുറിച്ച് അന്വേഷിക്കാൻ. അങ്ങനെ ഒരാൾ ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ആ കുട്ടി യതീമാ. അവര് പാലിൽ വെള്ളം കലർത്തുന്നവരൊന്നുമല്ല, ആകെ ഉള്ളതൊരൊട്ടകം. ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുക്കലാണ് അവരുടെ വരുമാനം. ഒട്ടകം കുറെ ദിവസമായിട്ട് പാലില്ലാത്തത് കാരണം ആ വീട് പട്ടിണിയില്ല. അങ്ങനെ ഒരു ദിവസം ഒരല്പം പാല് കിട്ടിയപ്പോൾ ഉമ്മ പറഞ്ഞു, ഇത്തിരി വെള്ളം കലർത്തി കൊടുക്ക്, വല്ലതും തിന്നാൻ കിട്ടുമല്ലോ, എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോഴാണ് ആ മകള് പറയുന്നത് അല്ല കാണുന്നുണ്ടെന്ന്. മൃതങ്ങൾ നേരെ വീട്ടിൽ ചെന്നു. എന്നിട്ട് 2 ആൺമക്കളെ വിളിച്ചു. ഖലീഫയാ, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാ. മൃതങ്ങൾ വീട്ടിൽ ചെന്നിട്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാനൊരു നല്ല പെൺകുട്ടിയെ കണ്ടു, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്,
എനിക്ക് തന്നെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രായമായത് കാരണം പറ്റൂല. ആ പെണ്ണിന് പണമില്ല, യതീമാണ്, വലിയ സമ്പത്തില്ല, കുടുംബമില്ല, ഒരു പാവപ്പെട്ട പെൺകുട്ടിയാ. പക്ഷെ അല്ലാഹ് ഉണ്ട് ഹൃദയത്തിനകത്ത്. ആ പെണ്ണിന് ഹൃദയത്തിനകത്ത് അല്ലാഹുണ്ട്. ചോദിച്ചതാരാ? രാജ്യത്തിന്റെ ഭരണാധികാരി. ഉമർ തങ്ങൾ ചോദിച്ചു, മക്കളെ നിങ്ങളിൽ ആരാടാ കെട്ടുന്നത് ആ പെണ്ണിനെ? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം. പണമില്ലെങ്കിലും തറവാടിത്തരമില്ലെങ്കിലും കൊട്ടാരമില്ലെങ്കിലും അല്ലാഹ് ഉണ്ടോ, എനിക്ക് വേണമെന്ന്. അങ്ങനെ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു.